ഡിസംബർ 24 1968 വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഭൂമിയുടെ ഒരു എൻറ്റയർ ഫോട്ടോ കാണുന്നത്. അതിനു മുമ്പ് ഇതുവരെ മനുഷ്യര് ഭൂമിനെ ഒരൊറ്റ ഫ്രെയിമിൽ കണ്ടിട്ടില്ല. അതിനിടയ്ക്കാണ് ഒരു 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയുടെ ഒരു സ്കെയിൽ മോഡൽ എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനത്തെ ഒരു സംഭവം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം പണി തീർത്തിരിക്കുന്നത്. ഇത് ചെറിയ എന്തെങ്കിലാണെങ്കിൽ പിന്നെയും പോട്ടേ നോക്കാം. പക്ഷെ ഇത് 60 ലക്ഷം ടണ്ണോളം ഭാരം വരുന്ന ഒരു ജൈഗാന്റിക് ആയിട്ടുള്ള പിരമിഡ് തന്നെയാണ് ശരിക്കും അവർ പണിതിരിക്കുന്നത്. നമുക്കറിയാവുന്നതിൽ വെച്ച് യാതൊരു രീതിയിലുള്ള ടെക്നോളജിക്കൽ അസിസ്റ്റൻസും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ കറക്റ്റ് സ്കെയിൽ അവർക്ക് മനസ്സിലായത്, ഇതിന്റെ വലുപ്പം എങ്ങനെയാണ് മനസ്സിലായത്, ഭൂമിയുടെ ഒത്ത നടുക്ക്, അതായത് ഭൂമിയുടെ ലാൻഡ് മാസിന്റെ ഒത്ത നടുക്കാണ് ശരിക്കും പിരമിഡിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവർക്ക് ഇത്ര നാൾക്ക് മുമ്പ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്? ഒരുപാട് ആൾക്കാർ എന്നോട് നേരിട്ടും അല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നീ മാത്രം പിരമിഡ്സിന്റെ ഒറിജിനെ പറ്റിയിട്ട് ഇങ്ങനെ സംശയിക്കുന്നത്? സയൻസിന് ഇത്രയും പ്രൈസ് ചെയ്യുന്ന നീ എന്തുകൊണ്ടാണ് ഇത്തരം ടോപ്പിക്സിലേക്ക് തലയിടാൻ പോകുന്നത്? അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പയ്യെ പറഞ്ഞുതരാം. പിരമിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ശരിക്കും പിരമിഡിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത് ഇത്തരം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മുടെ ലോകമെമ്പാടും ഈ ഒരു സ്ട്രക്ചർ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവർക്കാർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ പല വീഡിയോയിലും ചോദിച്ചിട്ടുള്ളത്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് പണിതീർത്ത പിരമിഡിന്റെ ടൈം ലൈൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ പണിതീർത്തത് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്, അപ്പൊ ഒരു പണിതെടുത്ത പിരമിഡ്സിന്റെ ടൈം ലൈൻ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം വിയേർഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ആരും തന്നെ എവിടെയും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ പയ്യെ കേട്ടു നോക്കാം. ഈജിപ്തിലത്തെ ആദ്യത്തെ പിരമിഡ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് സക്കാറയിൽ കണ്ടുവരുന്ന ഒരു പിരമിഡാണ്. അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കാണിക്കാം. ഈ ഒരു പിരമിഡിനെ ഫേമസ്ലി വിളിക്കുന്നത് സ്റ്റെപ്പ് പിരമിഡ് എന്നാണ്. അപ്പൊ ഇത് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സൈഡ് വെച്ച് അങ്ങനെ സ്റ്റെപ്പ് പോലെ ഉള്ളതുകൊണ്ടാണ് സ്റ്റെപ്പ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. ആ ഒരു പിരമിഡ് പണി തീർത്തതിന് ശേഷം അടുത്ത 100 വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഗിസയിൽ കണ്ടുവരുന്ന ഗ്രേറ്റ് പിരമിഡ്സ് പണി തീർത്തേ, അതായത് കുഫു എന്ന് പറയുന്ന ആ ഒരു ഫാരോ പണി തീർത്തേ എന്നാണ് ശരിക്കും ഇവർ പറയുന്നത്. ഈ ഒരു ടൈം ഫ്രെയിമിലാണ് നമ്മുടെ റെഡ് പിരമിഡ് ആയിക്കോട്ടെ, ബെൻ പിരമിഡ് ആയിക്കോട്ടെ, അങ്ങനെ പല പല മോഡൽസ് ഓഫ് പിരമിഡ് ആ ഒരു ടൈം ഫ്രെയിമിലാണ് ശരിക്കും പണി തീർത്തിട്ടുള്ളത്. പക്ഷേ ഈ ഗിസയിൽ കണ്ടുവരുന്ന ആ ഒരു ഗ്രേറ്റ് പിരമിഡ് പണി തീർത്തതിന് ശേഷം, അതായത് 4th ഡൈനാസ്റ്റി കിങ് ആയിട്ടുള്ള കിങ് കുഫു ആണ് ശരിക്കും ഈ ഒരു പിരമിഡ് പണി തീർത്തേ എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം വന്ന ഡൈനാസ്റ്റികൾ, അതായത് 5th ഡൈനാസ്റ്റി കിങ്സ് പണി തീർത്ത പിരമിഡ്സിന്റെ കോലം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പിരമിഡ് ആണെന്ന് പോലും ആർക്കും റെക്കഗ്നൈസ് പോലും ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അത് പിരമിഡ് അല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അത്രയ്ക്ക് വലിയ മെസ്സായിട്ടുള്ള ഒരു സംഭവമാണ് ശരിക്കും 5th ഡൈനാസ്റ്റി കിങ്സ് പണി തീർത്തിരിക്കുന്നത്. അതായത് ഒരു 100 വർഷം കൊണ്ട് പണി തീർത്ത പിരമിഡ്സ് ആണ് ശരിക്കും നമ്മുടെ ഈജിപ്റ്റ് മുഴുവൻ ഉള്ളത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. വെറും 100 വർഷം മാത്രം സ്പാൻ ചെയ്യുന്ന പിരമിഡിന്റെ റേസിനെ പറ്റിയിട്ടാണ് എല്ലാവരും പറയുന്നത്. അതായത് ഏകദേശം 60 ലക്ഷം ടൺ ഭാരം വരുന്ന ഒരു മെഗാലിത്തിക് സ്ട്രക്ചർ. ഇതിന്റെ ഓരോ സൈഡും ഏകദേശം 750ഓളം ഫീറ്റിൽ നീളത്തിലാണുള്ളത്. ഭൂമിയുടെ ട്രൂ നോർത്തിനോട് വളരെയധികം അലൈൻഡ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു സംഭവം പണി തീർത്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു സംഭവത്തിന്റെ മാസീവ് സൈസും ഇതിന്റെ അലൈൻമെന്റിന്റെ പ്രിസിഷനുമാണ് ശരിക്കും എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്നത്. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു 9th സെഞ്ചുറി ആ ഒരു സമയത്തൊക്കെ പിരമിഡ്സിന്റെ കോലം ഇപ്പൊ കാണുന്ന രീതിയിലല്ലായിരുന്നു. അതായത് പിരമിഡ്സിന്റെ ചുറ്റും വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈം സ്റ്റോണിന്റെ ഒരു കേസിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്ന പോലെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന ഒരു അപ്പിയറൻസേ ആയിരുന്നില്ല പിരമിഡ്സിനുള്ളത്. അതുപോലെ തന്നെ ഈ പിരമിഡ്സിന്റെ എൻട്രൻസ് എവിടെയാണെന്നുള്ളതും ഈ 9th സെഞ്ചുറിയിലത്തെ ആൾക്കാരൊക്കെ അറിയില്ലായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി കേസിംഗ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഗ്രേറ്റ് പിരമിഡ്സിനകത്തേക്ക് എങ്ങനെ കയറാൻ പറ്റുമെന്ന് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ ആ കാലഘട്ടത്തൊക്കെ നോക്കി നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിന്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഈ പുറത്തത്തെ ഒരു കേസിംഗ് ഇല്ലേ അതിങ്ങനെ കുത്തി അകത്തേക്ക് കയറുകയാണ് ശരിക്കും ചെയ്തത്. അതായത് ഏകദേശം ഒരു 100 ഫീറ്റോളം ഇങ്ങനെ കുത്തി ഇങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് ശരിക്കും ഇതിന്റെ അകത്തുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത്. ഗ്രേറ്റ് പിരമിഡിന്റെ നോർത്ത് ഫേസിലൂടെയാണ് ശരിക്കും ഇവരിങ്ങനെ തുറന്നു പോയത്. കാരണം മറ്റുള്ള പിരമിഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ എല്ലാം എൻട്രൻസ് നോർത്ത് ഫേസിലേക്കാണ് ശരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് പിരമിഡ്സിന്റെ നോർത്തിലായിരിക്കും എൻട്രൻസ് എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും അവർ നോർത്ത് ഫേസ് ഇങ്ങനെ തുറന്നു പോയത്. അങ്ങനെ കുറച്ചധികം സമയത്ത് അധ്വാനത്തിന് ശേഷമാണ് ശരിക്കും പിരമിഡ്സിന്റെ അകത്തേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഈ പിരമിഡ്സിന്റെ എൻട്രൻസ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ അകത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ശരിക്കും സീൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ശരിക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മളിപ്പോ കാണുന്ന പിരമിഡ്സ് അല്ലായിരുന്നു പണ്ട് എന്നാണ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ പിരമിഡ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ടൂംബ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശരിക്കും ഇതിനെ സീൽ ചെയ്ത് വെക്കേണ്ട ആവശ്യം? മറ്റുള്ള പിരമിഡ്സിനെ പോലെ ഈ ഒരു പിരമിഡിന്റെ അകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള ഹൈറോഗ്ലിഫ്സോ എഴുത്തോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ എന്താണ് ശരിക്കും ഇവിടെ ഒളിച്ചിരിക്കുന്നത്? പിരമിഡിന്റെ എല്ലാ സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആ ട്രയാങ്കിളിന്റെ സ്ലോപ്പിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി 52 ഡിഗ്രീസ് ആണ്.
52 എന്ന് പറയുന്ന ആ ഒരു നമ്പറിന്റെ പകുതി എന്ന് പറയുന്നത് 26 അല്ലെ? പിരമിഡിന്റെ അകത്ത് കണ്ടുവരുന്ന പാത്ത് വേസും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ കയറ്റവും ഇറക്കവും മാത്രമേ ഉള്ളൂ. അതായത് ഒരു ആംഗിളിലേക്ക് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ശരിക്കും അതിനകത്തുള്ള പാത്ത് വേസ് മുഴുവൻ ഇരിക്കുന്നത്. അതും ഈ പാത്ത് വേസിന്റെ എല്ലാത്തിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി 26 ഡിഗ്രീസ് ആണ്. അതായത് ഇത്രയും മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടി ഒരു ചെറിയ സ്കെയിലാണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം പണിതെടുത്തെങ്കിൽ നമുക്ക് അധികം ഡൗട്ടൊന്നും തോന്നിക്കില്ല. പക്ഷെ ഇത്രയും വലിയൊരു സ്ട്രക്ചറിൽ, ഇത്ര മാസീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ഇതൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ, ആ ഒരു സംഭവമാണ് ശരിക്കും നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്. അതുകൂടാണ്ട് പിരമിഡ്സ് ഭൂമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് മാത്തമാറ്റിക്കൽ ഡേറ്റാസിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്തായിരിക്കും കൺവേ ചെയ്യുന്നത്? പിരമിഡ്സിനകത്ത് കണ്ടുവരുന്ന പാത്ത് വേസ്, അതായത് ആ വഴികൾ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇടുങ്ങിയ ടൈപ്പ് വഴികളാണ്. അതും 26 ഡിഗ്രി ആംഗിൾ സ്ലോപ്പിലാണ് ശരിക്കും ഈ പാത്ത് വേസ് എല്ലാം നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിരമിഡ്സിന്റെ എൻട്രൻസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. അത് മുകളിലേക്ക് ഒരു സ്ലോപ്പ് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഗാലറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തും. അതായത് നിങ്ങൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇതാണ് ശരിക്കും ഗ്രാൻഡ് ഗാലറി എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കിങ്സ് ചേംബർ കാണാൻ പറ്റും. അതിന്റെ മുകളിൽ ഈ പറയുന്ന റിലീവിംഗ് ചേംബർ കാണാൻ പറ്റും. ഈ കിങ്സ് ചേംബറിനകത്താണെങ്കിൽ ഒരു സർക്കോഫഗസ്, അതായത് ഒരു ശവപ്പെട്ടി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ശവപ്പെട്ടിയുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ശവപ്പെട്ടിയാണ്. അതായത് മനുഷ്യർക്കുള്ള വേണ്ടി ഉണ്ടാക്കിയ ഒരു ശവപ്പെട്ടിയായിട്ട് നമുക്ക് ഇതിന് തോന്നിക്കില്ല. അതുമാത്രമല്ല വളരെ ഇടുങ്ങിയതും ഈ ആംഗിളോടും കൂടിയിട്ടുള്ള ഒരു വഴികളിലൂടെ എങ്ങനെയാണ് ഈ ശവപ്പെട്ടി അവർക്ക് അവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറ്റിയത്, അത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ശവപ്പെട്ടി എന്നുള്ള ആ സർക്കോഫഗസ് ഇവർ പറയുന്ന ഒരു സംഭവം അത് പിരമിഡ്സ് പണിയുന്നതിനോടൊപ്പം തന്നെ പണി തീർത്ത ഒരു സംഭവമാണെന്നാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ കിങ്സ് ചേംബറിന്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിലീവിംഗ് ചേംബർ എന്ന് പറയുന്ന, ഇവരിപ്പോ പറയുന്ന റിലീവിംഗ് ചേംബർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ചേംബറിന്റെ യൂസ് എന്താണെന്ന് ഇപ്പോഴത്തെ ആർക്കിയോളജിസ്റ്റ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിരമിഡ്സിന്റെ തൊട്ട് മുകളിലാണ് ഈ റിലീവിംഗ് ചേംബേഴ്സ് കണ്ടുവരുന്നത്. അതായത് പിരമിഡ്സിന്റെ എൻറ്റയർ വെയിറ്റ്, അതായത് ആ കിങ്സ് ചേംബറിന്റെ മുകളിലുള്ള ഒരു വെയിറ്റ് ഇല്ലേ, ആ വെയിറ്റ് കിങ്സ് ചേംബറിലേക്ക് വരരുത്, അതായത് കിങ്സ് ചേംബർ ഇങ്ങനെ ക്രഷായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വെയിറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ഓർഡിനറി ഷേപ്പിൽ ആ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവരുടെ ഒരു ക്ലെയിം ശരിയാണെന്നുണ്ടെങ്കിൽ തൊട്ടടിയിൽ ക്വീൻസ് ചേംബർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്വീൻസ് ചേംബർ കിങ്സ് ചേംബറിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ഗ്രാവിറ്റി കൂടുതൽ, അതായത് വെയിറ്റ് കൂടുതൽ അവിടെ ആക്ട് ചെയ്യുന്നത് ക്വീൻസ് ചേംബറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന പോലെ ഒരു റിലീവിംഗ് ചേംബർ എന്തായാലും ക്വീൻസ് ചേംബറിന്റെ മുകളിലും കണ്ടുവരുന്ന, അതായത് ക്വീൻസ് ചേംബർ ക്രഷ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്വീൻസ് ചേംബറിന്റെ മുകളിലും ഈ പറയുന്ന പോലെ ഒരു റിലീവിംഗ് ചേംബർ വേണം. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സംഭവമേ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ഈ കിങ്സ് ചേംബറിന്റെ മുകളിലുള്ള ആ ഒരു ഓട് പോലത്തെ സംഭവമില്ലേ, അതൊരു വെയിറ്റ് റിലീവിംഗ് സ്ട്രക്ചർ ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇതിന് വേറെ എന്തൊക്കെയോ പേർപ്പസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു തിയറി ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തർക്കത്തിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പിരമിഡ്സിന്റെ അകത്ത്, അതായത് ഗ്രേറ്റ് പിരമിഡ്സിന്റെ അകത്ത് യാതൊരു രീതിയിലുള്ള ഹൈറോഗ്ലിഫ്സോ എഴുത്തൊന്നും കണ്ടുവരുന്നില്ല എന്നുള്ളത്. പക്ഷെ പണ്ട് ഹവാർഡ് വൈസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഡ്വഞ്ചറർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന കിങ്സ് ചേംബറിന്റെ ഒരു മോൾ ഭാഗമില്ലേ, അവിടെ ഡൈനമൈറ്റ് ഇട്ട് പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറി നോക്കി, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കയറി നോക്കി. അപ്പോൾ ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അവിടെ ഇദ്ദേഹം കുഫു എന്ന് എഴുതപ്പെട്ട ഒരു ഗ്രാഫിറ്റി കണ്ടു എന്നാണ്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഗ്രാഫിറ്റി അവിടെ കണ്ടു എന്നുള്ളതാണ്. അതും ഈ ഗ്രാഫിറ്റി വരച്ചത് പിരമിഡ്സ് പണി തീർത്ത വർക്കേഴ്സ് ആണെന്നാണ് ശരിക്കും ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. അതാണ് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ആർഗ്യുമെന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം കുഫു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഈ പറയുന്ന തിയറീസ് ഒക്കെ ശരിയാവുക എന്നുള്ളതാണ് ശരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ആർഗ്യുമെന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം, അതായത് ഈ പറയുന്ന ഡൈനാമൈറ്റ് ഇട്ട് പൊട്ടിച്ച ആ ഒരു മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് ആ സമയത്ത് കാശിന്റെ വളരെയധികം അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിരമിഡ്സിന്റെ ഒറിജിനെ പറ്റിയിട്ട് വളരെയധികം ഡിബേറ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തു എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ കൃത്രിമമായിട്ട് ചെയ്തതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിന്റെ ഒതന്റിസിറ്റി ഇപ്പോഴും നമുക്കറിയില്ല. നിങ്ങൾ തന്നെ ഇതൊന്ന് നോക്കിയിട്ട് വരാം, ഒരു 4500-5000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഗ്രാഫിറ്റി പോലെയാണ് ഇത് ഇരിക്കുന്നത് എന്നുള്ളത്. അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അതും കൂടാണ്ട് ആർക്കിയോളജിസ്റ്റുകൾ തർക്കിച്ച് നിൽക്കുന്ന വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ ഒരു ഡിസ്കവറി കണ്ടുപിടിക്കുന്നത് 2013 റെഡ് സീയുടെ അടുത്തുള്ള ഒരു ഹാർബറിൽ വെച്ചിട്ടാണ്. ഇപ്പൊ ഈ ഹാർബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഹാർബർ ആണ് ഇതെന്ന് വിശ്വസിക്കുന്നത്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് പണി തീർത്ത ഹാർബർ ആണെന്നാണ് ശരിക്കും ഇവിടെ പറയുന്നത്. ഹാർബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കപ്പലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്.
അപ്പോൾ ഈ കപ്പലുകളിൽ നടക്കുന്ന ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന, അതായത് 4500 വർഷങ്ങളോളം മുമ്പ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറി അവർക്ക് 2013 ഡിസ്കവർ ചെയ്യാൻ പറ്റി. അതായത് മണ്ണിനടിയിൽ അവർക്ക് കിട്ടി. ഈ ഒരു ഡയറിയിൽ ഒരു കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കിങ് കുഫുക്ക് വേണ്ടിയിട്ട് ലൈം സ്റ്റോൺസ് ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഈ ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലൈം സ്റ്റോൺസ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ഗ്രേറ്റ് പിരമിഡ്സിന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഈ ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ 4500 വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ ഒരു ഡയറിയിൽ നിന്ന് കിങ് കുഫു ആണ് ശരിക്കും ഈ ഒരു സംഭവത്തിന്റെ മേൽനോട്ടൊക്കെ വഹിച്ച്, അല്ലെങ്കിൽ ആ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെന്നുള്ളൊരു കാര്യം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആർക്കിയോളജിസ്റ്റുകൾ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് കിങ് കുഫു ആണ് ശരിക്കും പിരമിഡ് പണിതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരാരും പറയാത്ത ഒരു സീക്രട്ട് ഉണ്ട് അതിനകത്ത്. ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലൈം സ്റ്റോൺ ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ കഥ മാത്രമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതല്ലാണ്ട് ഈ പിരമിഡ്സിന്റെ മെയിൻ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ഒരു വലിയ വലിയ കട്ട ലൈം സ്റ്റോൺസ് ഇല്ലേ, അതിനെ പറ്റിയിട്ട് അതിനകത്ത് എഴുതിയിട്ടില്ല. അതിന്റെ പുറത്തുള്ള ഒരു കേസിംഗ് സ്റ്റോൺസ് ട്രാൻസ്പോർട്ട് ചെയ്ത കഥ മാത്രമാണ് ശരിക്കും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആർക്കിയോളജിസ്റ്റ് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് പിരമിഡ്സിന്റെ പുറത്ത് കണ്ടുവരുന്ന ആ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള, ആ ഒരു വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു കേസിംഗ് സ്റ്റോൺ മാത്രമാണ് കിങ് കുഫുവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഈ കേസിംഗ് സ്റ്റോൺസ് റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മിക്കവാറും ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ പിരമിഡ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാത്ത ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു സിവിലൈസേഷൻ, നമുക്കറിയാൻ പാടില്ലാത്ത ഒരു സിവിലൈസേഷൻ അവരുണ്ടാക്കി വെച്ച ഒരു സംഭവത്തിന്റെ റിമനൻസൻസ് ആയിരിക്കും ശരിക്കും ഈ പിരമിഡ്സ് എന്നൊക്കെ പറയുന്നത്. അത് ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഡിസ്കവർ ചെയ്യുകയും അതിനെ മോടി പിടിപ്പിച്ചതായിരിക്കും ശരിക്കും നമ്മളിപ്പോ കാണുന്നത്. ഗ്രേറ്റ് പിരമിഡ്സിന് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും മറ്റുള്ള പിരമിഡ്സ് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പണി തീർത്തിരിക്കുന്നത്. അങ്ങനെ ഇവരുടെ കൈവശമുള്ള എല്ലാ വാദങ്ങൾക്കും ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവർ പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നാൽ അവർ നൈസ് ആയിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് ശരിക്കും എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ ചെറിയൊരു ഡീറ്റെയിൽ കൂടി പറഞ്ഞുതരാം. പിരമിഡ്സിന്റെ അകത്ത് ഒരുപാട് ഗ്രാനൈറ്റ് സ്ലാബ്സ് ഒക്കെ കാണാൻ പറ്റും. അതും ഓരോ ഗ്രാനൈറ്റ് സ്ലാബ്സിന്റെ ഭാരം എന്ന് പറയുന്നത് 100-200 ടൺസ് ഒക്കെയാണ്. 200 ടൺ എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഭാരമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബ് ഒക്കെ എങ്ങനെയാണ് പിരമിഡ്സിന്റെ മോള് വരെ എത്തിച്ചത്, അല്ലെങ്കിൽ അതിനെ നടുക്കൊണ്ട് എത്തിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആരും ഒരു ഉത്തരം തരുന്നില്ല. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഒരുപാട് ആൾക്കാർ ക്ലെയിം ചെയ്യുന്ന പോലെ ഒരു റാം സിസ്റ്റം, അതായത് ഒരു വലിയൊരു സ്ലോപ്പ് പോലെ ഇങ്ങനെ പണിതിട്ട് അവർ അറ്റത്ത് നിന്ന് ഇങ്ങനെ നിരക്കി പിരമിഡ്സിന്റെ മുകളിൽ കൊണ്ട് വച്ചു എന്നാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അതാണ് ശരിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഹ്യൂമൻ ലേബർ കൊണ്ട് മാത്രം, അതായത് എത്ര മനുഷ്യരുണ്ടായിക്കോട്ടെ, ഒരു ഹ്യൂമൻ ലേബർ കൊണ്ട് മാത്രം ഇത്രയും ഭാരമുള്ള കല്ല് യാതൊരു രീതിയിലുള്ള റോളേഴ്സിന്റെ ഒന്നിന്റെ അസിസ്റ്റൻസ് ഇല്ലാണ്ട് നമുക്ക് ഒരു കയറ്റത്തേക്ക് നമ്മളിങ്ങനെ ഉന്തി തള്ളി കയറ്റണമെങ്കിൽ ആ കയറ്റത്തിന്റെ ആംഗിൾ, അതിന്റെ മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത്, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം ആംഗിൾ എന്ന് പറയുന്നത് 10 ഡിഗ്രീസ് ആണ്. അതായത് ആ റാമ്പിന്റെ സ്ലോപ്പ് 10 ഡിഗ്രീസിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇത്രയും വെയിറ്റ് ഉള്ള സംഭവം എത്ര ആൾക്കാർ വിചാരിച്ചാൽ പോലും തള്ളി മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 450 ഫീറ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 ഡിഗ്രി സ്ലോപ്പ് ഉള്ള ഒരു റാമ്പ് നമ്മൾ എടുത്ത് അറ്റത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.6-1.7 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് പോകും. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഏകദേശം 200ഓളം ടൺ ഭാരം വരുന്ന ഒരു വലിയ ഗ്രാനൈറ്റിന്റെ ബ്ലോക്ക് 1.6-1.7 കിലോമീറ്റേഴ്സോളം ഇങ്ങനെ 10 ഡിഗ്രി ഇൻക്ലിനേഷനിൽ തള്ളി കൊണ്ടുവന്ന് കറക്റ്റായിട്ട് യാതൊരു രീതിയിലെ അലൈൻമെന്റിന് വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു മോറൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. 200ഓളം ടൺ ഭാരം വരുന്ന കല്ല് കൊണ്ടുപോകാൻ പറ്റിയ ഒരു റാമ്പ് എന്ന് പറയുന്നത് അതും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റാമ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ കല്ല് ശരിക്കും എന്തായാലും അതിന് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതായത് മരം കൊണ്ടൊന്നും ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ റാമ്പും ഈ പറയുന്ന പോലെ ലൈം സ്റ്റോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ റാമ്പ് ആയിരിക്കണം. അതും ഇത്രയും ഭാരമുള്ള ഒരു കല്ല് മുകളിലേക്ക് കയറ്റണമെങ്കിൽ ഈ റാമ്പിന്റെ ഒരു സർഫസ് അത്യാവശ്യം സ്മൂത്തും ആയിരിക്കണം. അതായത് പിരമിഡ് പണിത അതേ സ്ട്രെങ്ത്തിൽ റാമ്പ് പണിതാൽ മാത്രമാണ് പിരമിഡ് പണിയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ റാമ്പ് എങ്ങനെയാണ് പണിതത്? അത് അവിടെ ഒരു ചോദ്യമുണ്ട്. അതിന് വലിയൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ റാമ്പിന്റെ അവശിഷ്ടങ്ങൾ എവിടെ പോയി? ഈ റാമ്പ് ഇത്ര സ്ട്രോങ് ആയിട്ട് പണിത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിമെയിൻസ് അല്ലെങ്കിൽ അതിന് ചെറിയ എന്തെങ്കിലും ഒരു അവശിഷ്ടം നമുക്ക് അവിടെ കാണേണ്ടതാണ്. അതായത് 1.7 കിലോമീറ്റേഴ്സ് നീളത്തിൽ നമുക്ക് അത് കാണേണ്ടതാണ്. പക്ഷെ നമുക്കൊന്നും തന്നെ അവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും എത്ര ആൾക്കാരെ സഹായം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സംഭവം നമുക്ക് സയന്റിഫിക്കലി, അതായത് സയൻസ് ആ ഒരു സംഭവത്തെ സമ്മതിക്കില്ല. ആ ഒരു ആംഗിൾ മുകളിലേക്ക് തള്ളിക്കയറ്റാൻ അതിന്റെ സമ്മതിക്കില്ല. തിരിച്ച് പുറകോട്ട് ഇറങ്ങി വരികയുള്ളൂ. ഈ പറയുന്ന സംഭവ വികാസങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ട്
വെറും 20 വർഷങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള സ്ട്രക്ചർ അവർ പണി തീർത്തു എന്നാണ് പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ശരിക്കും പിരമിഡ്സ് ഞാനായിട്ട് യോജിച്ച് പോകാത്തത്. പിന്നെ ഈജിപ്ഷ്യൻ ആർക്കിയോളജിസ്റ്റ് വെറും ഒരു മിത്തായിട്ട് കാണുന്ന ഒരു ഫാക്ടറോട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന ഹൈറോഗ്ലിഫ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കിങ്സിന്റെ, അതായത് രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. അതായത് ഇന്ന രാജാക്കന്മാരായിരുന്നു ഇന്നുള്ളത്, അതിന് മുന്നിന്റെ ആളായിരുന്നു, അതിന് മുന്നിന്റെ ആളായിരുന്നു എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും. ആ ലിസ്റ്റ് നമ്മൾ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 30,000-ഓളം വർഷങ്ങൾ പുറയിലുള്ള രാജാക്കന്മാരുടെ ഡീറ്റെയിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് കമന്റ്സിൽ പറയാം, ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സെൻസ് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് പിരമിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള പല മെഗാലിത്തിക് സ്ട്രക്ചേഴ്സിലും പല പല കാര്യങ്ങൾ ശരിക്കും ഒളിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ഭൂമിയിൽ വളരെ വലിയൊരു ഗ്ലോബൽ സ്കെയിലുള്ള ഒരു ട്രാജഡി നടന്നു എന്ന് വിചാരിക്കാം. അതിന്റെ അകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻസ്, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമൽസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായെന്ന് വിചാരിക്കാം. അടുത്ത ഒരു 10,000 to 50,000 വർഷത്തെ ആ ഒരു ടൈം ഫ്രെയിമിന്റെ അകത്ത് നമ്മളിപ്പോ ഈ പണം തീർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇല്ലാണ്ടാവും. അതായത് ഇപ്പൊ ഈ വീടും കാണുന്ന, ഈ മെറ്റൽസും കാണില്ല, ഒന്നും തന്നെ കാണുന്ന എല്ലാം തന്നെ ഇല്ലാണ്ടായി പോകും. അതിനുശേഷം ഒരു 50,000 വർഷങ്ങൾക്ക് മുന്നേ ഒരു പുതിയ റൈസ് ഓഫ് ഇന്റലിജന്റ് സ്പീഷീസ് ഉണ്ടായെന്ന് വിചാരിക്കാം. അവര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ആദ്യമായിട്ടുള്ള ഇന്റലിജന്റ് സ്പീഷീസ് അവരാണെന്നുള്ളതാണ്. അതായത് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, അവർക്ക് അറിയാൻ കൂടി ഇല്ലാത്തൊരു സംഭവമായിരിക്കും അത്. ഹ്യൂമാനിറ്റിയുടെ ഒരു ഗ്ലോബൽ എക്സ്റ്റിങ്ഷനിൽ നിന്ന് ബാലൻസ് വരുന്നത് ഇതേപോലുള്ള മെഗാലിത്തിക് സ്ട്രക്ചേഴ്സ് മാത്രമായിരിക്കും. അതായത് നമ്മൾ പോയാലും പിരമിഡ്സ് അങ്ങനെ തന്നെ നിൽക്കും, ഈ പറഞ്ഞ എല്ലോറ കേവ്സ് അങ്ങനെ തന്നെ നിൽക്കും, അങ്ങനെ കല്ലിൽ കൊത്തിയെടുത്ത പല സംഭവങ്ങളും അതേപോലെ തന്നെ നിൽക്കും. അതിന് ഒരിക്കലും നാശം വരില്ല. ഇനി ഇതേ കഥ നമ്മുടെ കേസിലൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു അഡ്വാൻസ് സിവിലൈസേഷന്റെ ബാക്കിയായിരിക്കാം ഈ പറഞ്ഞ പിരമിഡ്സും മറ്റുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഇത് ശരിക്കും എന്റെ റിസർച്ചിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അത് വരുന്ന വീഡിയോസിൽ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല ടോപ്പിക്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.